നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ആദ്യം കടക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി നാളെ ഉത്തരവ് പറയും. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉച്ചതിരിഞ്ഞ് 2:30 ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് മനേഷ്, ഇതൊരു ഇടക്കാല ഉത്തരവാണോ? അതിൽ ഒരു ഇന്ററിം റിലീഫ് എന്ന മട്ടിൽ ഈ അന്വേഷണം തടയണം എന്നത് ഒരു ആവശ്യമായി മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് നാളെ വരാൻ പോകുന്നത് എക്സാലോജിക്കിന്റെ ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവായിരിക്കുമോ? വിജയകുമാർ, ഉച്ചയ്ക്ക് 2:30-ക്കാണ് വിധി പറയുക. നമുക്കറിയാം, തിങ്കളാഴ്ച കേസിൽ രണ്ട് വിഭാഗത്തിന്റെയും വാദം പൂർത്തീകരിച്ചതിനു ശേഷം വിധി പറയാനായി മാറ്റുകയായിരുന്നു. എന്തായാലും എക്സാലോജിക്ക് പ്രധാനമായും ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് അന്വേഷണം റദ്ദാക്കണമെന്നുള്ളതാണ്. കാരണം രണ്ട് രീതിയിലുള്ള ഒരേ കേസിൽ രണ്ട് അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഒന്ന് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട്, അതേ സമാനമായ ആ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കേസിൽ തന്നെയാണ് ഇപ്പോൾ SFIയുടെ അന്വേഷണം നടക്കുന്നത്. അങ്ങനെ രണ്ട് രീതിയിലുള്ള അന്വേഷണം നടത്തരുത്. ഈ SFIയുടെ അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജിയിൽ ഉള്ള പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. ആ ആവശ്യത്തിലാണ് ഇപ്പോൾ നാളെ എന്തായാലും വിധി പറയുക. അത് ഇടക്കാല വിധി ആയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, അല്ലെങ്കിൽ അഭിഭാഷകരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടക്കാല വിധിയായിരിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 2:30-ക്കാണ് ജസ്റ്റിസ് നാഗപ്രസന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് വിധി പറയുക കർണാടക ഹൈക്കോടതിയിൽ. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച, പൂർണ്ണമായും തന്നെ എല്ലാ മേഖലകളിലും നിന്നുള്ള, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദീകരണങ്ങളും തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും ഹൈക്കോടതി മുൻപാകെ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കർശന നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ഈ പറഞ്ഞ രീതിയിൽ SFIക്ക് നൽകുകയും SFI ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകളും നൽകണം എന്നുള്ളൊരു നിർദ്ദേശം എക്സാലോജിക്കിന് നൽകുകയും ചെയ്തുകൊണ്ടാണ് വിധി പറയാനായി എന്തായാലും ഈ കേസ് മാറ്റിവെച്ചിരുന്നത്. അതിപ്പോൾ നാളെ എന്തായാലും ഉച്ചയ്ക്ക് 2:30 ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2:30 എന്തായാലും കേസിൽ വിധി പറയും. വിജയകുമാർ, ഉച്ചതിരിഞ്ഞ 2:30-ക്കാണ് ബംഗളൂരുവിൽ കോടതിയുടെ ഉത്തരവ്, കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടാകുന്നത്. ഒരു ഇടക്കാല ഉത്തരവിനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി രേഖകളൊക്കെ ഹാജരാക്കാൻ എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. കടുത്ത നടപടിയിലേക്ക് പോകരുത്, ഉത്തരവ് വരുന്നത് വരെ എന്ന് കോടതി SFIയോടും ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെയാണിപ്പോൾ കോടതി നാളെ ഉത്തരവ് പറയാൻ ഒരുങ്ങുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു പ്രധാന വാർത്തകളിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ആദ്യഘട്ട ചർച്ച ഫലം കണ്ടില്ല. ചർച്ചയിൽ വിചാരിച്ച പുരോഗതി ഉണ്ടായില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും പ്രതികൂല മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ന്യായമായി ലഭിക്കേണ്ട കാര്യങ്ങൾ പോലും അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല. നാളെ സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച നടത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിച്ചതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ യോഗത്തിൽ നമ്മൾ വിചാരിച്ചതിന് അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സംബന്ധിച്ച് ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച്, ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, നാളെയും ചർച്ച തുടരും. നാളെ സെക്രട്ടറി തല ചർച്ച നടക്കും എന്നാണ് ധനമന്ത്രി അറിയിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഇന്നത്തെ ചർച്ച പരാജയമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ പ്രശ്ന പരിഹാരത്തിനായി സുപ്രീം കോടതിയാണ് ഇരു കൂട്ടർക്കുമിടയിലേക്ക് ചർച്ചയുടെ ഒരു വഴി തന്നെ തുറക്കുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതാകും ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അങ്ങനെ ഇരുവരും, കേരളവും കേന്ദ്രവും ഇതിൽ സമ്മതം അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ധനകാര്യ മന്ത്രാലയത്തിൽ നടന്നത്. എന്നാൽ പക്ഷേ കേരളം പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഈ ചർച്ചയിൽ ഉണ്ടായില്ല. അക്കാര്യം ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. അതായത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മുന്നോട്ട് വച്ചെങ്കിലും അതിൽ അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പൊതുവായിട്ടുള്ള ഒരു ഘടകം, ഈ കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ട്. പക്ഷെ അത്തരം ഒരു ഈഗോ വയ്ക്കേണ്ടതില്ല എന്ന് തന്നെയാണ് KN ബാലഗോപാൽ വ്യക്തമാക്കിയത്. എന്തായാലും
ഈ കേസ് തിങ്കളാഴ്ച പരിഗണിക്കുന്നത് വരെ ഈ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ശ്രമം അത് സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തുടരും എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ 3 ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരുപക്ഷെ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെയായിരിക്കും ഈ വിഷയം വീണ്ടും പരിഹരിക്കാനായി കേരളം സമീപിക്കുക. അപ്പോഴും മറ്റൊരു കാര്യം നിരീക്ഷിക്കേണ്ടത് ഈ ധനനയത്തിൽ ഇടപെടാൻ ചില പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചർച്ചയുടെ സാധ്യതകൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ആ ഒരു നിരീക്ഷണം മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ചർച്ച വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ വീണ്ടും പ്രതിസന്ധികൾ കൂടി സൃഷ്ടിക്കുന്നതാണ്. എന്തായാലും ഇന്ന് നടത്തിയ ചർച്ച അത് പരാജയപ്പെട്ടു എന്ന് തന്നെ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. പോസിറ്റീവായിട്ട് യാതൊരു പ്രതികരണവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി. കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ധനകാര്യ സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തിന് വേണ്ടി സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ, മുഖ്യമന്ത്രിയുടെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലുമാണ് പങ്കെടുത്തത്. പക്ഷേ ചർച്ചകൾ ഫലം കണ്ടില്ല. ഏതാണ്ട് 2.5 മണിക്കൂറിന് മുകളിൽ ചർച്ചകൾ ധനകാര്യ മന്ത്രാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. പക്ഷേ ഒരു തരത്തിൽ പോലും അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഒരു ആവശ്യങ്ങളിൽ പോലും കേരളത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു മറുപടിയും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വിജയകുമാർ. അതെ, ചർച്ച പോസിറ്റീവ് അല്ല എന്നാണ് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. പക്ഷെ നാളെ സെക്രട്ടറി തല ചർച്ചയുണ്ട്. സുപ്രീം കോടതിയെ കേരളം സമീപിച്ച സാഹചര്യത്തിൽ കോടതിയിൽ കിടക്കുന്ന പ്രശ്നമല്ലേ എന്ന ചോദ്യം കേന്ദ്രം ആവർത്തിക്കുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. എന്തായാലും നാളത്തെ ചർച്ച കൂടി കഴിയുമ്പോൾ അറിയാം കോടതിയിലേക്ക് വീണ്ടും പോകേണ്ടി വരുമോ അതോ കോടതിക്ക് പുറത്ത് ഈ വിഷയങ്ങൾ പരിഹരിച്ചു എന്ന് കേരളവും കേന്ദ്രവും സുപ്രീം കോടതി അറിയിക്കുന്ന നിലയുണ്ടാകുമോ എന്ന് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന നിർണായക ചർച്ച തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവരും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. നിതിൻ അംബുജൻ ശംഭുവിലെ അതിർത്തിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നിതിൻ, ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറുകളാകുന്നു. ഏതായാലും ഈ MSPയുടെ കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം തുടരും എന്നതാണ് കർഷക സംഘടനകളുടെ നിലപാട്. അതിലെന്തെങ്കിലും തരത്തിലൊരു ഉറപ്പ് കൊടുക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ ഇന്ന്? അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടോ പൊതുവെ? വിജയകുമാർ, കർഷക സംഘടനകൾ അല്പസമയം തന്നെ വ്യക്തമാക്കിയത് ഇതിൽ കേന്ദ്ര സർക്കാർ മിനിമം താങ്ങുവില ഒരു നിയമപരമായ ഉറപ്പ് നൽകുന്നതുവരെ സമരം തുടരുമെന്നാണ്. ഏതെങ്കിലും ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിന് കേന്ദ്ര സർക്കാർ മുതിർന്നാൽ അതിനൊന്നും തന്നെ സമരം പിൻവലിക്കാൻ ഒരു കാരണമാകില്ല. സമരം തുടരും. നിയമപരമായ ഉറപ്പ് നൽകും വരെ ഈ സമരം തുടരും എന്ന കാര്യത്തിൽ തന്നെയാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 5 മണിക്ക് സമരം കർഷക സംഘടനകളുടെ ചർച്ച നിശ്ചയിച്ചെങ്കിലും വൈകിട്ട് 5 മണിക്കാണ് ആദ്യം നിശ്ചയിച്ചത്. പക്ഷേ 7 മണിയോടുകൂടി മാത്രമേ ചർച്ച ആരംഭിച്ചുള്ളൂ. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ MSPയിൽ നിയമപരമായ ഉറപ്പ് എന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൂടാതെ സ്വാമിനാഥൻ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ, കൂടാതെ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക, ആദ്യ കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകരുടെ കേസുകൾ പിൻവലിക്കുക, അങ്ങനെ മറ്റു ചില ആവശ്യങ്ങളുമുണ്ട്. ഇത് 3ാമത്തെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ആദ്യത്തെ 2 ചർച്ചയിലും മറ്റ് കാര്യങ്ങൾ, അതായത് MSP ഒഴികെയുള്ള മറ്റു കാര്യങ്ങളിൽ ഒരു അനുകൂല സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് വ്യക്തമായെങ്കിൽ പോലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത് MSPയിലാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. അതിലൊരു തീരുമാനം ഉണ്ടാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്നും കർഷകർ അതേ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശംഭുവിലെ സമരം സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് മറ്റു തരത്തിലുള്ള സംഘർഷമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ് കർഷകർ ലക്ഷ്യം വെക്കുന്നത്. നാളെ ഭാരത് ബന്ദാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ സമരത്തെ പരമാവധി ചർച്ചയിലൂടെ പരിഹരിച്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ നമുക്കറിയാം, നേരത്തെ കർഷകർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഡൽഹി ചലോ മാർച്ച്, അത് ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും കർഷകരുടെ ഭാഗത്തു നടക്കും. ഇപ്പോൾ സിംഗു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ, പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ കർഷകർ ട്രാക്ടറുകളുമായി വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1000-ലധികം ട്രാക്ടറുകളാണ് ഇപ്പോൾ ശംഭു അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ ശംഭു അതിർത്തി കൂടാതെ സിംഗു ഉൾപ്പെടെയുള്ള വിവിധ അതിർത്തികളിൽ പോലീസ് എല്ലാം തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രയിൽ
പഞ്ചാബിലും സമാനമായി തന്നെ കൂടുതൽ കർഷകർ ഹരിയാനയിലുള്ള വിവിധ മേഖലകളിലും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ചർച്ച പരാജയപ്പെട്ടാൽ നാളെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. ഏതാണ്ട് ഹരിയാന, പാനിപ്പത്ത് ഉൾപ്പെടെയുള്ള ഹരിയാനയിലെ മറ്റ് കർഷക സംഘടനകളെല്ലാം തന്നെ സംയുക്തമായിട്ടാകും പിന്നീട് സിംഘുവിലേക്ക് കടക്കുക. അതിനുശേഷം ഡൽഹിയിലേക്ക് പോകാനാകും തീരുമാനിക്കുക. എന്തായാലും അതെല്ലാം തന്നെ ഇന്നത്തെ ചർച്ചയിലാകും തീരുമാനമുണ്ടാവുക. ഏതാണ്ട് ചർച്ച വൈകാതെ തന്നെ അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു. MSPയിൽ ഒരു തീരുമാനം ഉണ്ടാകും വരെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ചർച്ച ആരംഭിച്ചപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ കർഷക സംഘടനകളുടെ ഭാഗത്തും മറ്റു കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും MSP എന്ന കാര്യത്തിൽ മാത്രമാണ് ഏറ്റവും പ്രധാനമായും കർഷകർ ഉന്നയിക്കുന്ന ആവശ്യം. മറ്റ് ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഒരു ഉറപ്പ് നൽകിയാൽ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. പക്ഷെ അപ്പോഴും MSPയിൽ ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് സമരം തീർക്കാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെയൊന്നും തന്നെ വഴങ്ങുന്ന കാര്യമില്ല എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ അല്പസമയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. MSPയുടെ കാര്യത്തിൽ അതിന് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മറ്റാവശ്യങ്ങളൊക്കെ ആദ്യ ചർച്ചകളിൽ അനുകൂലമായി കേന്ദ്രം പ്രതികരിച്ചതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഡൽഹി ചലോ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല റെയിൽ ഗതാഗതം തടയും എന്നൊരു പുതിയ മുന്നറിയിപ്പ് കൂടി സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ് റായ് എന്നിവരും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും പങ്കെടുക്കുന്നുണ്ട്. ചർച്ച ഏതാനും മണിക്കൂറുകൾ പിന്നിടുന്നു. പ്രധാനപ്പെട്ട തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു. പൊതുവിപണിയിലെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലയും ഇനി മുതൽ കൂടും. 3 മാസത്തിലൊരിക്കൽ വിപണി വില പരിശോധിച്ച് പുതുക്കി നിശ്ചയിക്കാനാണ് സപ്ലൈകോയ്ക്ക് അനുമതി ലഭിച്ചത്. പുതുക്കിയ വില അനുസരിച്ച് ചെറുപയറിന് 19 രൂപയും ഉഴുന്നിന് 29 രൂപയും വർദ്ധിക്കും. അരിയുടെയും വെളിച്ചെണ്ണയുടെയും വിലയും ഉയരും. സപ്ലൈകോയെ നിലനിർത്താനാണ് പുതിയ തീരുമാനമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ വിശദീകരണം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. 2016 മുതൽ നിശ്ചിത വിലയാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് ഈടാക്കിയിരുന്നത്. പൊതുവിപണിയിൽ വില വർദ്ധിച്ചാലും ഇതിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ പൊതുവിപണിയിലെ വിലവർധനയ്ക്ക് അനുസൃതമായി സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. 3 മാസത്തിലൊരിക്കൽ വിപണി വില പരിശോധിച്ച് വില നിശ്ചയിക്കും. സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടെ 13 ഇനം അവശ്യ സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയാണ്. ചെറുപയർ കിലോഗ്രാമിന് 74 രൂപയിൽ നിന്ന് 93 രൂപയായി ഉയർന്നു. ഉഴുന്ന് 66 നിന്ന് 95 രൂപയായും വൻകടല 43 നിന്ന് 70ആയും വൻപയർ 45 നിന്ന് 76ആയും വർദ്ധിക്കും. തുവരപ്പരിപ്പ് 45 നിന്ന് 111 രൂപയായി. മുളക് അര കിലോയ്ക്ക് 82 രൂപ നൽകണം. പഞ്ചസാര 22 രൂപയിൽ നിന്ന് 28ആയും വെളിച്ചെണ്ണ അര കിലോ 46 നിന്ന് 55ആയും വർദ്ധിച്ചു. ജയ അരി 29, കുറുവ 30, മട്ടയരി 30, പച്ചരി 26 എന്നിങ്ങനെയാണ് പുതിയ നിരക്ക്. സപ്ലൈകോയെ നിലനിർത്താനാണ് പുതിയ തീരുമാനമെന്ന മന്ത്രി GR അനിൽ. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല, ചെറിയ മാറ്റം വരിക അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും. 28% സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു ഇതേക്കുറിച്ച് പഠിച്ച സമിതി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തിയാണ് മന്ത്രിസഭാ യോഗം 35% സബ്സിഡി അനുവദിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പാവപ്പെട്ടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി ജീവിക്കണങ്ങളാണ്. അപ്പോൾ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങണം, ജീവിക്കണ്ടേ. സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പം അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പോൾ സബ്സിഡിയുള്ള സാധനമില്ല. ഇപ്പോഴും സാധാരണക്കാർ ജീവിക്കുന്നത് ഇപ്പോൾ ഈ മാവേലി സ്റ്റോറൊക്കെ ആശ്രയിച്ചിട്ടല്ലേ, അതൊന്നും ഇല്ല. ഇപ്പോൾ 70% വരെ സബ്സിഡിയാണ് നിലവിൽ നൽകി വന്നത്. 24 തിരുവനന്തപുരം. അതിനിടെ സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ വിലവർധനയിൽ സ്തംഭിച്ച് നിയമസഭയുടെ അവസാന ദിവസം. സഭയിൽ ചർച്ച കൂടാതെയാണ് വില കൂട്ടിയതെന്നും സർക്കാർ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും പ്രതിപക്ഷം സബ്മിഷനായി ഉന്നയിച്ചു. എന്നാൽ കാലോചിതമായ സബ്സിഡി പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. പ്രതിപക്ഷം ബാനർ ഉയർത്തി പ്രതിഷേധിച്ചതോടെ ധനവിനിയോഗ ബില്ലും വോട്ട് ഓൺ അക്കൗണ്ടും ചർച്ച കൂടാതെ പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സപ്ലൈകോ വിലവർദ്ധനവ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. വിലവർദ്ധനവ് സഭയിൽ ചർച്ച ചെയ്യാതെ നടപ്പിലാക്കുന്നത് സഭയോടുള്ള അവഹേളനമാണെന്നും വില വർദ്ധിപ്പിക്കില്ലെന്ന് സർക്കാർ തന്നെ ഉറപ്പു നൽകിയതാണെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുന്നു. സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിൻ്റെ ആഘാതമുണ്ടാകുകയും
ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാൻ ഇടയാകുകയും ചെയ്യും. മാതൃകാപരമായ വിപണി ഇടപെടലിനായി സബ്സിഡിയിൽ കാലോചിതമായ പരിഷ്കാരം ആവശ്യമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ, അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷം രംഗത്തെത്തി. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തളത്തിലേക്ക്. ഭരണപക്ഷവും സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ സഭയിൽ ബഹളമായി. ധനവിനിയോഗ വോട്ട് ഓൺ അക്കൗണ്ട് ബിൽ 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ടും വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ധനവിനിയോഗ ബില്ലും വോട്ട് ഓൺ അക്കൗണ്ടും ചർച്ച കൂടാതെ പാസാക്കി. തുടർന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നവകേരള യാത്രക്കെതിരെ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ചത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും, ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. സോറി. 24 തിരുവനന്തപുരം. കിഫ്ബിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി CAG ഓഡിറ്റ് റിപ്പോർട്ട്. കിഫ്ബി കടമെടുപ്പ് സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്നതായി വിശദീകരിക്കുന്ന റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. ബജറ്റിനു പുറത്തുള്ള കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടിയെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഭൂമി പതിച്ചു നൽകുന്നതിലെ ഗുരുതര ക്രമക്കേടുകളും CAG റിപ്പോർട്ടിലുണ്ട്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത കടം സർക്കാരിന്റെ അധിക ബാധ്യതയാണെന്നാണ് CAGയുടെ നിലപാട്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ബജറ്റിലൂടെ സ്വന്തം വരുമാനമെടുത്ത് കിഫ്ബിയുടെ കടബാധ്യതകൾ തീർക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ് എന്ന വാദം അംഗീകരിക്കാനാവില്ല. പെൻഷൻ കമ്പനിയുടെ 11,206.49 കോടിയുടെ വായ്പയും ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണെന്ന് CAG പറയുന്നു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നിയമസഭയിൽ വിശദീകരിക്കാതെ നിയമസഭയുടെ പൊതു സാമ്പത്തിക മാനേജ്മെന്റ്, മേൽനോട്ടം എന്നീ ഉത്തരവാദിത്തങ്ങളിൽ സർക്കാർ വെള്ളം ചേർത്തു. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും CAG കുറ്റപ്പെടുത്തി. ധനക്കമ്മിയുടെ മൊത്തം സംസ്ഥാന ഉൽപ്പാദനവുമായുള്ള അനുപാതം കൂടി. GSTP നഷ്ടപരിഹാരത്തിന് ഒന്നിന് പിന്നാലെ ഒന്നായി കിട്ടിയ വായ്പ കടമായി പരിഗണിച്ചില്ല. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശയ്ക്കായി വിനിയോഗിച്ചത് ആശങ്കയുണ്ടാക്കുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്ത് വിപണി വില ഈടാക്കാതെ അനർഹർക്ക് ഭൂമി പതിച്ചു നൽകിയെന്ന സുപ്രധാന കണ്ടെത്തലുകളും CAG നടത്തി. പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു. പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 24 തിരുവനന്തപുരം. ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം. ഇലക്ടറൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി. ഇലക്ടറൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി റദ്ദാക്കി. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ടെന്നും കോടതി കണ്ടെത്തി. 5 അംഗ ഭരണഘടനാ ബെഞ്ച് 2 വിധി എഴുതിയെങ്കിലും രണ്ടും ബോണ്ട് റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ നിലവിൽ വന്ന് 6 വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ: ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ്. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് കൈക്കൂലിയായി മാറാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് മാത്രം നേട്ടമാകുമെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കും. പണം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ബാങ്കിനോ പാർട്ടികൾക്കോ അവകാശമില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായി, JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. SBI പുറപ്പെടുവിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി വന്നിരുന്നത്. ഇതുവരെ വിറ്റ മുഴുവൻ ബോണ്ടുകളുടെയും വിവരങ്ങൾ അറിയിക്കാൻ സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് ഹർജിക്കാർ. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയ്ക്ക് പുറമെ കോൺഗ്രസും CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ BJPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഇലക്ടറൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി. ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കുതിരക്കച്ചവടത്തിലും ബോണ്ടിലൂടെ ലഭിച്ച തുക BJP ഉപയോഗിച്ചുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. കൈക്കൂലി വാങ്ങാനുള്ള മോദി സർക്കാരിന്റെ വഴിയാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞതായി രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തി.
10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനും BJPക്കും സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സുതാര്യമെന്നും കള്ളപ്പണം തടയാൻ കഴിയുമെന്നും അവകാശപ്പെട്ടാണ് BJP 2018-ൽ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതി വിധി പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവെക്കുന്നു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ സിംഹഭാഗവും കൈപ്പറ്റിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് കിട്ടിയതിന്റെ 7 ഇരട്ടി തുകയാണിത്. BJPക്ക് കൈക്കൂലിയും കമ്മീഷനും വാങ്ങാനുള്ള വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ബോണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവന്നാൽ അത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വയനാട്ടിലേക്ക് സ്പെഷ്യൽ ഓഫീസർ. വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. വനമേഖലയിൽ രാത്രി DJ പാർട്ടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. മയക്കുവെടി വയ്ക്കുന്നതിലെ കാലതാമസം പരിഹരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജില്ലയിൽ നിയമിക്കും. വലിയ വന്യജീവികൾ വരുന്നത് തടയാൻ പുതിയ ഫെൻസിംഗ് രീതികൾ പരീക്ഷിക്കും. സ്വകാര്യ എസ്റ്റേറ്റുകളിലെ അടിക്കാട് നീക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തുന്ന കാര്യം കർണാടക സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വന്യജീവി ആക്രമണം തടയാൻ റവന്യൂ, പോലീസ്, വനം ഉദ്യോഗസ്ഥർ ചേർന്ന വാർ റൂം സജ്ജമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കി ഏകോപന സമിതിയും രൂപീകരിക്കും. മയക്കുവെടി വെക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, വനംവകുപ്പ് എന്നിവരുടെ ഒരു കൂട്ടായ്മയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നവരുൾപ്പെടെ കാലതാമസം ഒഴിവാക്കാൻ അത് ത്വരിതപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോകും. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വയനാട് ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനങ്ങൾ എടുത്തത്. 24 തിരുവനന്തപുരം. അതേസമയം മാനന്തവാടിയിലെ ആളെക്കൊല്ലി മോഴയാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം 5ാം ദിവസവും ഫലം കണ്ടില്ല. തോൽപ്പെട്ടി വനമേഖലയിലെ മാനിവയലിലും കുതിരക്കോടും ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ മേഞ്ഞു നടക്കുകയാണ് ബേലൂർ മഗ്ന. കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘവും ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ നാളെ ദൗത്യ സംഘത്തിന്റെ ഭാഗമാകും. പുലർച്ചെ അതിശൈത്യവും പകൽ കുംഭച്ചൂടിന്റെ കാഠിന്യവും നിറഞ്ഞ പ്രതികൂല കാലാവസ്ഥയിലും ബേലൂർ മഗ്നയെ പിടിക്കാൻ ദൗത്യം തുടരുകയാണ് വനംവകുപ്പ്. മാനിവയൽ കുതിരക്കോട് മേഖലയിലാണ് ഇന്ന് ആനയുടെ സാന്നിധ്യം. 100 മീറ്റർ വരെ അടുത്തെത്തിയിട്ടും മയക്കുവെടി വയ്ക്കാൻ പൊന്തക്കാടുകൾ നിറഞ്ഞ പ്രദേശം അനുവദിക്കുന്നില്ല. ഇടതൂർന്ന വനമേഖലയായതിനാൽ ആകാശ നിരീക്ഷണവും പലപ്പോഴും പ്രതിസന്ധിയിലാണ്. കേരള വനംവകുപ്പിലെ 200 അംഗ സംഘത്തിന് പുറമെ കർണാടകയിലെ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 25 അംഗ സംഘവും തെരച്ചിലിന്റെ ഭാഗമായി ടൈഗർ, എലിഫന്റ് ടാസ്ക് ഫോഴ്സുകളാണ് ബേഗൂരിൽ എത്തിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ സമാനമായ നിരവധി ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സഖറിയ നാളെ തിരുനെല്ലിയിൽ എത്തും. ദൗത്യം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 100% അരുൺ സഖറിയെ പോലത്തെ ഡോക്ടർമാർ വരുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട്. ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു ഹർത്താൽ പ്രതിവിധിയാണ്. നിങ്ങളെല്ലാം കാണുന്നില്ലേ, പുറത്തിറങ്ങാൻ പറ്റൂല, സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. തിരുനെല്ലിയിലെ 6 വാർഡുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കുതിരക്കോട്, ബാവലി, ബേഗൂർ, ചേലൂർ, പനവല്ലി, ആലത്തൂർ വാർഡുകളിലാണ് നിരോധനാജ്ഞ. ബേലൂർ മഗ്നയ്ക്കൊപ്പം ഇന്നുമുണ്ട് മോഴയാനയുടെ സാന്നിധ്യം. ജനവാസ മേഖലകളാണ് അടുത്തുള്ളത്. ഇവിടേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത തുടരുന്നുണ്ട് വനംവകുപ്പ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ ജനവാസ മേഖലയിൽ 2 ദിവസമായി നിലയുറപ്പിച്ച കാട്ടാനയെ കാടുകയറ്റി. കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സും വനപാലകരും ചേർന്നാണ് ആനയെ കാടുകയറ്റിയത്. കലഞ്ഞൂരിലെ ജനവാസ മേഖലയായ പിച്ചാണ്ടിക്കുളം
പൂമരുതക്കുഴി റോഡ് മുറിച്ചു കടന്നാണ് സമീപത്തെ യൂക്കാലി റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒറ്റക്കൊമ്പൻ 2 ദിവസമായി നിലയുറപ്പിച്ചത്. ഇന്ന് ഉച്ചയോടെ ആനയുടെ അടുത്തെത്തിയ വനപാലക സംഘം വെടിപൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി ആനയെ വനത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു. ആനയെ താൽക്കാലികമായി കാട് കയറ്റിയിട്ട് കാര്യമില്ലെന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഒരു കെയറുമില്ലാതെ ഡേ കെയർ. തിരുവനന്തപുരം വെള്ളായണിയിൽ ഡേ കെയറിൽ ഗുരുതര വീഴ്ച. ഡേ കെയറിൽ നിന്ന് 2 വയസ്സുകാരൻ 1.5 കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തി. കുട്ടികളെ ആയയെ ഏൽപ്പിച്ച് 3 അധ്യാപകർ കല്യാണത്തിന് പോയപ്പോഴായിരുന്നു സംഭവം. നേമം പോലീസും ചൈൽഡ് ലൈനും കേസെടുത്തു. 2 ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വെള്ളായണി കാക്കാമൂലയിലെ സോർഹിൽ നഴ്സറി സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ചയാണ് 2 വയസ്സുകാരൻ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തിയത്. 1.5 കിലോമീറ്ററാണ് കുട്ടി ഒറ്റയ്ക്ക് നടന്നത്. സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിതാണ് പേടിച്ചും കരഞ്ഞും തിങ്കളാഴ്ച വീട്ടിലെത്തിയത്. അതിൽ ഡേ കെയറുകാർക്ക് അബദ്ധം പറ്റി. കാരണം അവർ 4 പേരുണ്ടായിരുന്ന സമയത്ത് 3 പേര് കല്യാണത്തിന് പോയി, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ വേറെ കുഞ്ഞുങ്ങളെ എന്തോ ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന സമയത്താണ് കുഞ്ഞിറങ്ങി പോയത്. സ്കൂളിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതർ കുട്ടിയെ കാണാതായ വിവരം അറിയുന്നതെന്നും വീട്ടുകാർ പറയുന്നു. സ്കൂളിലെ 30 വിദ്യാർത്ഥികളെയും ആയെ ഏൽപ്പിച്ച 3 അധ്യാപകർ സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോയ സമയത്താണ് കുട്ടി റോഡിലേക്ക് ഇറങ്ങിയത്. സംഭവത്തിൽ നഴ്സറി സ്കൂൾ അധികൃതർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2 ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി. 1 ജീവനക്കാരിക്ക് താക്കീതും നൽകി. അതേസമയം രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ചൈൽഡ് ലൈനും നേമം പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എനിക്ക് പിന്നിൽ കാണുന്ന വിജനമായ വഴിയിലൂടെ 1.5 കിലോമീറ്റർ താണ്ടിയാണ് 2 വയസ്സുകാരൻ വീട്ടിലെത്തുന്നത്. കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് രക്ഷിതാക്കൾ ഡേ കെയർ ഹോമുകളിലാക്കുന്നത്. അവിടെ സുരക്ഷിതത്വം ഒരുക്കേണ്ടത് ഡേ കെയർ അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. ഇനി അതിനവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം. മന്ത്രിയും മുൻ മന്ത്രിയും തമ്മിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മുൻമന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക്. ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആന്റണി രാജു ചടങ്ങിന് 1 മണിക്കൂർ മുൻപ് ബസ്സുകൾ സന്ദർശിച്ചു. ഉദ്ഘാടന വേദിയിൽ ഇലക്ട്രിക് ബസ്സുകൾക്ക് എതിരായ നിലപാട് കെ.ബി. ഗണേഷ് കുമാർ തിരുത്തുകയും ചെയ്തു. ഗതാഗത വകുപ്പിൽ അടിമുടി പ്രശ്നമാണ്. KSRTC CMDയുടെ അവധി, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വകുപ്പ് മന്ത്രിയുടെ പരസ്യ ശകാരം. ഒടുവിൽ ഗതാഗത മന്ത്രിയും മുൻ മന്ത്രിയും തമ്മിലുള്ള പോര് മറനീക്കി പുറത്തു വന്നു. KSRTC പുതുതായി വാങ്ങിയ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടി നേരത്തെ നിശ്ചയിച്ചത് ആന്റണി രാജുവിന്റെ മണ്ഡലത്തിലെ പുത്തരിക്കണ്ടം മൈതാനത്ത്. എന്നാൽ സ്ഥലം MLA ഒഴിവാക്കാൻ തൊട്ടടുത്ത മണ്ഡലമായ വട്ടിയൂർക്കാവിലെ വികാസ് ഭവനിലേക്ക് പരിപാടി മാറ്റിയെന്ന് ആക്ഷേപം. നീക്കത്തിൽ പ്രതിഷേധിച്ച് ആന്റണി രാജു ഉദ്ഘാടന ചടങ്ങിന് 1 മണിക്കൂർ മുൻപ് വികാസ് ഭവനിലെത്തി ബസ്സുകൾ സന്ദർശിച്ചു. ഇലക്ട്രിക് ബസ് തന്റെ കുഞ്ഞാണെന്നും പരിപാടിയുടെ വേദി മാറ്റിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും മുൻമന്ത്രി ആന്റണി രാജു. അപ്പോൾ ഇത് കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം നിർവഹിച്ചത്. തൈക്കാട് പോലീസ് ഗ്രൗണ്ട്. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് വലിയ ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഇത്തവണ ഇതോടെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞായതുകൊണ്ട്, എൻ്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മുന്നണി ഇടപെട്ടതോടെ നിലപാട് മയപ്പെടുത്തിയ കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടന വേദിയിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെയധികം മുന്നേറാൻ ഈ പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നഷ്ടത്തെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഓടുന്ന കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ 0യ്ക്ക് താഴെയാണ് വരുന്നത്. അത് മാറ്റും. ഗതാഗത മന്ത്രിയും മുൻ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള പോരിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെടുമോ എന്നതാണ് ശ്രദ്ധേയം. 24, തിരുവനന്തപുരം.
ജമ്മു കാശ്മീരിലും ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാവ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഫറൂഖ് അബ്ദുള്ളയെ തള്ളി ഒമർ അബ്ദുള്ള രംഗത്തെത്തി. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ പാർട്ടി യോഗത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനം ഫറൂഖ് അബ്ദുള്ള വ്യക്തമാക്കിയത്. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നതിനിടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പ്രഖ്യാപനം. ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകളെക്കുറിച്ച് ഫാറൂഖ് അബ്ദുള്ള കഴിഞ്ഞ മാസം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒമർ അബ്ദുള്ളയുടെ മറുപടി വ്യത്യസ്തമായിരുന്നു. ബിജെപിയെ നേരിടുകയാണ് ലക്ഷ്യമെന്നും സീറ്റ് വിഭജനത്തെക്കുറിച്ച് കോൺഗ്രസുമായി അനൗപചാരിക ചർച്ച നടത്തിയെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. Informally, some dialogue has taken place. There is scope for further discussion, but I would like to make very clear that our commitment to the India alliance remains, even though founding members of the alliance unfortunately have over the last few weeks left. We are not amongst those who are leaving. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. 24 ഡൽഹി. 3 ദിവസത്തെ UAE ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. ഡിജിറ്റൽ രംഗത്തുൾപ്പെടെ ഇന്ത്യയും UAEയും സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ചു പ്രവർത്തിക്കാനും തീരുമാനമായി. ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത്. ഡിജിറ്റൽ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ, ഡാറ്റാ സെന്റർ എന്നിവ സ്ഥാപിക്കുന്നതിനും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിനിടെയാണ് തീരുമാനം. ഇന്ത്യയിലെയും UAEയിലെയും സ്ഥാപനങ്ങൾ ഇതിനായി സഹകരിക്കും. UAE നിക്ഷേപ മന്ത്രാലയം ഇന്ത്യയുടെ IT മന്ത്രാലയവുമായാണ് കരാറിൽ ഒപ്പിട്ടത്. ഗുജറാത്തിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സുമായി UAE സഹകരിക്കാനും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനത്തിലെത്തി. വൈദ്യുതി കൈമാറ്റം, വ്യാപാരം എന്നിവയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അബുദാബിയിലെ ഡൽഹി IITയിൽ പുതിയ കോഴ്സ് തുടങ്ങുമെന്നും ജബൽ അലി മേഖലയിൽ ഭാരത് മാർട്ട് തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ഉച്ചയോടെ ദോഹയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് അമീർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ബഹിരാകാശം, സാംസ്കാരിക രംഗത്തെ വികസനം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇരുവരും ചർച്ച ചെയ്തു. LNG from Qatar to India for 20 years, starting 2028 onwards. This long-term LNG partnership goes way back to 1999 and remains robust, strong and future-oriented. ഖത്തറിൽ തടവിലാക്കിയ മുൻ ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ച നടപടിയിൽ ഖത്തർ അമീറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിയും പറഞ്ഞു. ഖത്തറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. 24 ദുബായ്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.